ഞാൻ വാടകയ്ക്ക് സൈക്കിൾ എടുത്താണ് ആദ്യം ചവിട്ടിയത്. പിന്നീട് ഒരിക്കലും സൈക്കിൾ സ്വന്തമാക്കുമെന്ന് എനിക്കറിയാമല്ലോ, കൂട്ടുകാർക്കെല്ലാവർക്കും സൈക്കിൾ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു പാവപ്പെട്ടവൻ വന്ന് കാർ ചോദിച്ചാലും ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു കാർ എടുക്കുമെന്ന്. പിന്നീട് അതും സംഭവിച്ചു. ഒരു കാറല്ല 2 കാർ ഞാൻ എടുത്ത്. ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മലപ്പുറത്താണ് കേട്ടോ, പാണ്ടിക്കാടുള്ള ഫോക്കസ് മോട്ടോഴ്സിൽ പിന്നെയും വന്നേക്കണേണ്ട. നേരത്തെ ഒരു ഗീവ് അവേ ആയിട്ടാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഇവരിലൂടെ ഇവരുടെ ഫോക്കസ് മോട്ടോഴ്സിൻ്റെ ഷോറൂമും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കണേണ്ട. ഇത് നമ്മുടെ GM MD ഇരിക്കും, MD അകത്തുണ്ടെന്ന്. അപ്പം നമുക്ക് കാണിച്ചു കൊടുത്താലോ? ഓ തീർച്ചയായും അമ്പാൻ. ഇത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന സംരംഭം കൂടിയാണ് എനിക്ക് തോന്നിയത്. നാട്ടുകാർക്ക് തന്നെയാണ് ജോലി കൊടുത്തേക്കണേ. തീർച്ചയായിട്ടും. എത്ര സ്റ്റാഫുണ്ട് നിങ്ങൾക്ക്? ആ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയണമെന്നുണ്ട് ടീമേ, എന്ന് പറഞ്ഞു കൊടുക്കുക. ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ടോട്ടല്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 4 ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കാരണം നല്ലൊരു സർവീസ് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ലക്ഷറി, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാ സെഗ്മെന്റും. കാരണം ഒരാൾ ഫോക്കസ് മോട്ടോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിരാശയായിട്ട് മടങ്ങരുത്, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം. ഒരു പുതിയൊരു കാർ എങ്ങനെയാണോ ഇവർ സ്വന്തമാക്കുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യാം, ഫോക്കസ് മോട്ടോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, അതായത് നമുക്കൊരു പാവപ്പെട്ടവൻ വന്ന കാർ ചോദിച്ചാലും ഉണ്ട് അല്ലേ. ഫ്രീ ആയിട്ട് നമ്മൾ ബെൻസ് ഗിവ് അവേ കൊടുക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു, സത്യം പറയണോട്ടാ, ഏറ്റവും കുറഞ്ഞ വെഹിക്കിൾ എന്താ ഉള്ളത് ഇവിടെ? ഏറ്റവും കുറഞ്ഞത് നമുക്ക് 2 ലക്ഷം രൂപയുള്ള വെഹിക്കിൾസ് ഉണ്ട്. 2 ലക്ഷം രൂപ തുടങ്ങിയുള്ള അതിൽ ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫിനാൻസ് ഇവർ തന്നെ റെഡിയാക്കി തരൂട്ടാ. പിന്നെ എനിക്കൊരു സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ സംശയമുള്ള വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾക്ക് സാധാരണക്കാരൻ കാർ എടുക്കാൻ പറയുമ്പോൾ കാറ് ആദ്യമായിട്ടേക്ക് എടുക്കണം, കാറിൽ കയറണ ആദ്യമായിട്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഫ്ലഡിൽ വന്ന വണ്ടിയുണ്ട്, ഇടിച്ച വണ്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്? ഫ്ലഡും ടോട്ടൽ ലോസും വെഹിക്കിൾസും ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഉറപ്പാണ് ചെയ്യില്ലെന്ന്. അപ്പോൾ അത് നമുക്ക് ഇത് ഞാൻ തന്നെ ഗ്യാരണ്ടി ഉണ്ട്, ഇത് ഫ്ലഡ് വണ്ടിയും ഇടിച്ച വണ്ടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് ചേട്ടൻ എന്താ ഉണ്ടായിരിക്കണ? അല്ല സാറ് യാദർശികമായിട്ട് കഴിഞ്ഞൊരു ദിവസം ഇവിടെ വന്നിരുന്നു. എന്തായാലും വലിയ സന്തോഷം. അന്ന് ബെൻസിന്റെ ഗിവ് അവേ ചെയ്യാനായിരുന്നു വന്നത്. യാദർശികമായിട്ട് ഇതിനെ പോകുമ്പോൾ സാറ് കുറേ ദിവസമായി ഇതിനിടയിൽ വിളിച്ചിട്ട് ഒരു ഐക്രോസ് പെട്രോൾ വേണമെന്ന് പറഞ്ഞു. ഐക്രോസ് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് ഒന്നും ആരും വിൽക്കാറായിട്ടില്ല. ക്രിസ്റ്റ പെട്രോൾ എവിടെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ തിരഞ്ഞെടുക്കും. എന്തായാലും ഇതിൽ പോയപ്പോൾ ഞങ്ങളൊന്നും മറന്നിട്ടില്ല, വലിയ സന്തോഷം. ഇതിൽ പറഞ്ഞാൽ ഒരു ശരിക്കും ഞാൻ ഇവരുടെ ഒരു ഫാമിലി ആവും ചേട്ടൻ. ഞാനിവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നു ഇവിടെ അടുത്ത്. അപ്പോൾ ഞാൻ ഇവർ വിളിക്കാതെ വന്നൊരു അതിഥിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞെങ്കിൽ കാർ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് പേടിയായിരുന്നു കേട്ടോ, കാറ് എന്നുള്ള വാഹനം. ഞാൻ ആദ്യമായിട്ട് സൈക്കിള് കൂലിപ്പണിക്ക് പോയിട്ട് എടുത്ത ആളാണ്. ഞാൻ വാടകയ്ക്ക് സൈക്കിൾ എടുത്താണ് ആദ്യം ചവിട്ടിയത്. പിന്നീട് ഒരിക്കലും സൈക്കിൾ സ്വന്തമാക്കുമെന്ന് എനിക്കറിയാമല്ലോ, കൂട്ടുകാർക്കെല്ലാവർക്കും സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നീട് സൈക്കിൾ സ്വന്തമായിട്ട് സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചതിന് ശേഷം ഞാൻ പണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ മെയ്സനൊക്കെ ആയപ്പോൾ ഒരു 2 വീലർ മേടിച്ചിട്ടാണ് പണി. പിന്നീട് ആദ്യം ബസ്സിന് പോകുന്ന സമയത്ത് പിന്നെ 2 വീലർ മേടിച്ചപ്പോൾ പണിക്കൊക്കെ 2 വീലറിന് പോകാൻ തുടങ്ങി. 2 വീലറിന് പോകാൻ തുടങ്ങിയപ്പോൾ തിരിച്ചിങ്ങോട്ട് ഒരു ഭയങ്കര ബ്ലോക്ക് ഉണ്ടാക്കണതെല്ലാം ഈ 4 വീലറുകാരാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ്, ഇതുമാത്രം കൊച്ചിക്കാരിങ്ങനെ കാറ് മേടിച്ചെന്ന്. റോഡ് കാണാൻ പറ്റില്ല വെച്ചാൽ അതുമാത്രം കാറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ തൊട്ട അയലന്തരത്തുകാർ വരെയും കാറെടുത്ത്. അപ്പോൾ ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു കാർ എടുക്കുമെന്ന്. പിന്നീട് അതും സംഭവിച്ചു. 1 കാറല്ല 2 കാർ ഞാൻ എടുത്ത്. 2 കാർ എടുത്തത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ നമ്മളെടുക്കുന്നത്, അങ്ങോട്ട് എടുക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ഈ റോട്ടിലിറങ്ങുന്ന വാഹനം എല്ലാം നമ്മൾ ഒക്കെ പൈസ കൊടുത്തെടുക്കണമല്ലോ, ഇവർ പറഞ്ഞ പോലെ തന്നെ അല്ലേ. കടം മേടിച്ചിട്ട് എടുക്കണം, തിരിച്ചടക്കാവുന്നുള്ള ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടായാൽ മതി. ഇപ്പൊ എല്ലാ വീട്ടിലും എന്താ ഒരു കാറിലാണ് നടക്കുന്നത്. ഹോസ്പിറ്റൽ കേസിലെല്ലാം ചെറിയൊരു കാർ. എന്നുവെച്ചാൽ സാധാരണക്കാരന് കാരണം എന്ന് പറഞ്ഞാൽ പേടിയാണ്. എന്നെ പോലെ തന്നെ ചേട്ടൻ ഈ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മനക്കരുത്ത് മതി. എന്തെടുത്താലും ലോൺ എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചടക്കാമെന്നുള്ള ഒരു പണിക്ക് പോയാൽ മതി ടീമേ. നമുക്ക് എന്തും നമ്മൾ പൈസ സമ്പാദിച്ച് മേടിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ലോണും കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്ത് സാധനം സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബെൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ മാരുതി എടുക്കാൻ പറ്റും അല്ലേ. അല്ല ബെൻസ് എടുക്കാൻ പറ്റും കേട്ടോ, ആഗ്രഹിക്കുക. ടീമേ ഒന്നും നമ്മൾ പിന്തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാറ് ഒരു ജീവിതമുള്ള ഇരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ എടുക്കാൻ തോന്നിയാൽ കാർ എടുക്കും. 2 വീലറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ 3 പേര് കയറണമെങ്കിൽ ഇപ്പോൾ പെറ്റിയടിക്കും. 3 പേർക്ക് ഹെൽമെറ്റ് വേണം, 2 പേർക്ക് ഹെൽമെറ്റ് വേണം. ഇപ്പോൾ മഴയും വെയിലൊന്നും കൊള്ളാതെ ഒരു ചെറിയ കാർ അധികം പൈസ ഉണ്ടാവില്ല കാറിന്. ഞാൻ പറയാം കാറെടുത്ത്. അപ്പോൾ നിങ്ങൾക്കും കാറും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരിക, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് ഫാമിലി ആയിട്ട് വരിക, ഏതെങ്കിലും ഒരു കാർ ചൂസ് ചെയ്യുക, എടുക്കുക, ലോൺ ഇട്ട് അങ്ങനെ എടുക്കുക. അടിപൊളി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെയാണ്. എന്തായാലും
കംപ്ലീറ്റ്ലി ട്രസ്റ്റ്ലിയാണ് ഫോക്കസ് മോട്ടോഴ്സ്. എല്ലാവർക്കും നമ്മളെ കൊച്ചിയിലും ടീമിന്റെ നാട്ടിലും ഓപ്പൺ ആവാൻ പോകുന്നുണ്ട്. കൊച്ചി കാലിക്കറ്റൊക്കെ ഓപ്പൺ അപ്പൊ ഞാൻ ഉദ്ഘാടനത്തിന് വിളിക്കൂലേ? തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിന് എപ്പോഴും വയ്ക്കും. അല്ലെങ്കിൽ നമ്മളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വെയിറ്റിംഗ്. എല്ലാരും അങ്ങോട്ട് അടിച്ചു കയറി വാ അല്ലേ?